സ്കിപ്പ് ചെയ്യാൻ പറ്റാത്ത എന്നാൽ സിമ്പിൾ ആണെന്ന് നമ്മൾ വിചാരിച്ച് കളയുന്ന കുറച്ച് സാധനങ്ങൾ. അപ്പോൾ പ്രീ അനലറ്റിക് ഫാക്ടേഴ്സ്, ഇതിനകത്ത് കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. ഇപ്പം പേഷ്യൻ്റ് റിലേറ്റഡ് വേരിയബിൾസ്, ഇപ്പോൾ പ്രീ അനലറ്റിക്കൽ ഫാക്ടേഴ്സിൽ നമ്മൾ അനാലിസിസ് തുടങ്ങുന്നതിന് മുന്നേ വരുന്ന കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ എന്തിനാണ് നോക്കുന്നത് വെച്ചാൽ ഇതിലെല്ലാം ഒരുപാട് എറേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ പ്രീ അനലറ്റിക്കൽ ഫാക്ടേഴ്സിൽ മെയിൻലി ഇൻക്ലൂഡ് ആയിട്ട് വരുന്നത് ഒന്ന് പേഷ്യൻറ്റിൻ്റെ, ഇതിന് ഓരോന്നിനും ഞാൻ എക്സ്പ്ലനേഷൻ നമുക്ക് അടുത്തടുത്ത ക്ലാസ്സിൽ വരും, അത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നുണ്ട്. ഇപ്പം ഞാനൊരു ഐഡിയ ആണ് തരുന്നത്. പേഷ്യൻ്റ് റിലേറ്റഡ് വേരിയബിൾസ് ഉണ്ട്. പേഷ്യൻ്റ് റിലേറ്റഡ് വേരിയബിൾസിനെ നമുക്ക് ഓരോന്നും എടുത്ത് പഠിക്കണം. ഇപ്പം ഡയറ്റിൽ അവരുടെ എന്തൊക്കെ വേരിയബിൾസ് ആണ്, എന്തൊക്കെ ചേഞ്ചസ്, ഏതൊക്കെ ടെസ്റ്റിനെയാണ് അഫക്റ്റ് ചെയ്യുന്നത്, അതുപോലെ അവരുടെ ഏജിൽ ഏതൊക്കെ ടെസ്റ്റിന് വ്യത്യാസം വരാം, അവരുടെ സെക്സ് മെയിൽ ഓഫ് ഫീമെയിൽ എന്തൊക്കെ ടെസ്റ്റിനെ അഫക്റ്റ് ചെയ്യും, അങ്ങനത്തെയുള്ള പേഷ്യൻ്റ് റിലേറ്റഡ് വേരിയബിൾസ്. നെക്സ്റ്റ് സ്പെസിമെൻ കളക്ട് ചെയ്യുമ്പം എന്തൊക്കെ കാര്യങ്ങൾ, എന്തൊക്കെ വാല്യൂസിനെ അഫക്റ്റ് ചെയ്യാം, ഏതൊക്കെ ടെസ്റ്റിനെ അഫക്റ്റ് ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങൾ. സ്പെസിമെൻ കളക്ഷൻ ആൻഡ് ലേബലിംഗ് ടെക്നിക്സ്. നമുക്ക് ലേബൽ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എറേഴ്സുകളെല്ലാം ഈ പറഞ്ഞ പോലെ ഇതിലാണ്, ലേബലിംഗ് ടെക്നിക്സ്. അതുപോലെ സ്പെസിമെൻ പ്രിസർവേറ്റീവ്സ്, ഇതൊക്കെ ഈ പറഞ്ഞ ഇതിൽ തന്നെ കുറേ എന്താ പറയുക സബ് ഡിവിഷൻ ഉണ്ട്. സ്പെസിമെൻ പ്രിസർവേറ്റീവ്സ് ആൻഡ് ആൻറ്റികോയാഗുലൻസ്, അതിൽ ഓരോന്നിലും എന്തൊക്കെ എറേഴ്സ് വരാം, അത് കൂടിയാലും കുറഞ്ഞാലും എന്തൊക്കെ പ്രശ്നങ്ങളാണ് വരുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ. സ്പെസിമെൻ പ്രിസർവേറ്റീവ്സ് ആൻഡ് ആൻറ്റികോയാഗുലൻസ്. നെക്സ്റ്റ് സ്പെസിമെൻ ട്രാൻസ്പോർട്ട്. Specimen transport and processing. Specimen transport, processing and storage. ഇതിൽ ഓരോന്നിനെയും നമ്മളിങ്ങനെ എന്താ പറയുക ഡീപ്പായിട്ട് ഡെപ്തിൽ നോക്കണം. ഇതാണ് അത് മേജർ ടോപ്പിക്കുകൾ നമ്മളിനി പഠിക്കാൻ പോണതിൽ. പേഷ്യൻ്റ് റിലേറ്റഡ് വേരിയബിൾസ്, സ്പെസിമെൻ കളക്ഷൻ ലേബലിംഗ്, സ്പെസിമെൻ പ്രിസർവേറ്റീവ് ആൻഡ് ആൻറ്റികോയാഗുലൻസ്, സ്പെസിമെൻ ട്രാൻസ്പോർട്ട്, പ്രോസസിങ് ആൻഡ് സ്റ്റോറേജ്. നെക്സ്റ്റ് അതിൽ ഏറ്റവും പൊട്ടൻറ്റ് സോഴ്സിൽ വരുന്ന കാര്യങ്ങൾ source of errors include എന്തൊക്കെയാണ് പ്രശ്നം? ഒന്ന്, improperly ordered test. Improperly ordered test. അതുപോലെ തന്നെ സാമ്പിൾ മിസ് ഐഡന്റിഫിക്കേഷൻ. നന്നായിട്ട് ബൈഹാർട്ട് ചെയ്യണം. ഒരു വൈവയ്ക്കാണേലും ഇന്റർവ്യൂവിനാണേലും. POTENT ആണ് പൊട്ടൻറ്റ്. നെക്സ്റ്റ് സാമ്പിൾ. POTENT ആണ് പൊട്ടൻറ്റ്. സാമ്പിൾ മിസ് ഐഡന്റിഫിക്കേഷൻ. സാമ്പിൾ മിസ് ഐഡന്റിഫിക്കേഷൻ. നെക്സ്റ്റ് improper timing. Improper timing. നെക്സ്റ്റ് ഇംപ്രോപ്പർ ഫാസ്റ്റിംഗ്. ഇപ്പോൾ 8 മണിക്ക് എടുക്കണമെന്ന് പറഞ്ഞാൽ 10-11 മണിക്ക് വന്ന് ഫാസ്റ്റിംഗ് സാമ്പിൾ എടുക്കുന്നവരുണ്ടല്ലേ. ഇംപ്രോപ്പർ ഫാസ്റ്റിംഗ്. ഇംപ്രോപ്പർ ആൻറ്റികോയാഗുലന്റ് ബ്ലഡ് റേഷ്യോ. Anticoagulant or blood ratio. Next, improper mixing. Improper mixing. Incorrect draw of blood. Incorrect order of draw. Then hemolyzed or lipemic
specimen, hemolyzed or lipemic specimen, improperly filling the sample tube, improperly filling the sample tube, placing specimen in the wrong container, placing specimen in the wrong container, or preservatives, selecting the incorrect test, selecting the incorrect test. അപ്പോൾ ഏറ്റവും പൊട്ടൻറ്റ് സോഴ്സ് ഓഫ് എറർ നമ്മൾ നേരത്തെ കുറച്ച് മേജർ ക്ലാസിഫിക്കേഷൻ പറഞ്ഞു. അതിൽ തന്നെ ഏറ്റവും എറർ വരാൻ സാധ്യതയുള്ള മേജർ സോഴ്സ് എന്ന് പറയുന്നത് ഒന്ന് ഇംപ്രോപ്പർലി ഓർഡേർഡ് ടെസ്റ്റ്, പ്രോപ്പറായ ടെസ്റ്റ് ഓർഡർ ചെയ്യാതിരിക്കുക. ഇപ്പം നമ്മൾ റിസപ്ഷനിൽ നിന്ന് എൻ്റർ ചെയ്യുമ്പോഴത്തേക്ക് CBCക്ക് പകരം CRP എന്നോ മറ്റേതെങ്കിലും ഇംപ്രോപ്പർ ആയിട്ട് ടെസ്റ്റ് ഓർഡർ ചെയ്യാം. നെക്സ്റ്റ് സാമ്പിൾ മിസ് ഐഡന്റിഫിക്കേഷൻസ്, നമ്മൾ പേഷ്യൻറ്റിനെ അല്ലെങ്കിൽ സാമ്പിളിനെ മിസ് ഐഡന്റിഫൈ ചെയ്യുക, തെറ്റായിട്ട് എടുത്തുകൊണ്ട് പോവുക. ഇംപ്രോപ്പർ ടൈമിങ്, ഇംപ്രോപ്പർ ഫാസ്റ്റിങ്, ഇംപ്രോപ്പർ ആൻറ്റിക്കോയാഗുലന്റ് ബ്ലഡ് റേഷ്യോ. ഇപ്പം ചിലപ്പോൾ 2 ml എടുക്കേണ്ട സാധനത്ത് നമുക്കൊരു 0.1 ml കിട്ടുകയുള്ളൂ, അല്ലെങ്കിൽ ആൻറ്റിക്കോയാഗുലന്റ് അത്ര ഇട്ടില്ല. അങ്ങനെ നമുക്ക് ആ ഒരു കറക്റ്റ് എമൗണ്ട് ആൻറ്റിക്കോയാഗുലന്റും അതിനനുസരിച്ചുള്ള ബ്ലഡും ആയാലും പ്രോപ്പർ റേഷ്യോ ആവത്തുള്ളൂ. അപ്പോൾ അത് കൂടുകയും കുറഞ്ഞാലും ചില വാല്യൂസിനെ അഫക്റ്റ് ചെയ്യും. അതൊക്കെ നമ്മൾ എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ പറയും. ഇംപ്രോപ്പർ മിക്സിങ്, ഇൻകറക്റ്റ് ഓർഡർ ഓഫ് ഡ്രോ. നമുക്കറിയാം ഒരു കറക്റ്റ് ഓർഡറിലാണ്, ഇപ്പോൾ ഒരു 5 6 ടെസ്റ്റ് ഉണ്ടെങ്കിൽ അതിനൊരു ഓർഡർ ഉണ്ട് ഒഴിക്കുന്നതിന്. അപ്പോൾ ആ ഒരു കറക്റ്റ് ഓർഡർ ഓഫ് ഡ്രോ ആയി പാലിക്കണം. അതുപോലെ ഹീമോലൈസ്ഡ് ഓർ ലിപ്പേമിക് സ്പെസിമെൻ ആണെങ്കിൽ അത് കുറച്ച് ടെസ്റ്റിനെ അഫക്റ്റ് ചെയ്യും. പിന്നെ ഇംപ്രോപ്പർലി ഫില്ലിംഗ് ദ സാമ്പിൾ ട്യൂബ്, നമ്മൾ ചിലപ്പോൾ സാമ്പിൾ എടുക്കാൻ പറയുമ്പോഴത്തേക്ക് ഒന്നുകിൽ കൂടിപ്പോകും അല്ലെങ്കിൽ കുറഞ്ഞു പോകും. അതുപോലെ തന്നെ പ്ലേസിങ് സ്പെസിമെൻ ഇൻ ദ റോങ് കണ്ടെയ്നർ, ഈ ഡീറ്റെയിൽ എടുക്കേണ്ട സാമ്പിൾ വേറെ റെഡിൽ എടുക്കുക. അതുപോലെ തന്നെ തെറ്റായ പ്രിസർവേറ്റീവ്സ്, അത് ആക്ച്വലി അങ്ങനെ തന്നെ ബ്ലാക്കിൽ എടുക്കേണ്ടതിന് ട്രൈസോളിസിട്രേറ്റ് രണ്ടും 2 ട്യൂബാണ്, അപ്പോൾ അത് മാറിപ്പോവുക. സെലക്ടിങ് ദ ഇൻകറക്റ്റ് ടെസ്റ്റ്, നമ്മൾ ചിലപ്പം റിസപ്ഷനിൽ ഇരിക്കുകയാണെങ്കിൽ നമ്മൾ കറക്റ്റ് പേഷ്യൻറ്റിൻ്റെ റിക്വസ്റ്റ് ഫോമിൽ നോക്കിയിട്ട് ടെസ്റ്റ് എൻ്റർ ചെയ്യുമ്പോൾ ഇൻകറക്റ്റ് ടെസ്റ്റിൽ മാർക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയുള്ള പൊട്ടൻറ്റ് സോഴ്സ് ഓഫ് എറർ ഫസ്റ്റ് ഓഫ് ഓൾ ഇത് എത്രയാണ് വരുന്നത്, അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്യാം. ഇനി സ്പെസിമെൻ കളക്ഷൻ്റെ ടൈം ഈ പറഞ്ഞതുമായിട്ട് തന്നെ ഇപ്പം നിങ്ങളോട് ഒരാൾ ഇന്റർവ്യൂവിന് ചോദിക്കുകയാണ് പ്രീ അനലിറ്റിക്കൽ എറേഴ്സിൽ ഏറ്റവും മേജർ സോഴ്സ് ഓഫ് എറേഴ്സ് എന്തൊക്കെയാണ് വരുന്നത് ചോദിച്ചാൽ നിങ്ങൾക്ക് ഇത്രയും കറക്റ്റായിട്ട് പറയാൻ പറ്റും. ഇംപ്രോപ്പർ ഓർഡർ ടെസ്റ്റ്, സാമ്പിൾ മിസ് ഐഡന്റിഫിക്കേഷൻ, ഇംപ്രോപ്പർ ടൈമിംഗ്, ഇംപ്രോപ്പർ ഫാസ്റ്റിംഗ്, ഇംപ്രോപ്പർ ആൻറ്റിക്കോയാഗുലന്റ് ബ്ലഡ് റേഷ്യോ, ഇംപ്രോപ്പർ മിക്സിംഗ്. ഇതിൽ തന്നെ ഒരു 5 എണ്ണം നിങ്ങളിങ്ങനെ പറഞ്ഞു പോകുമ്പോൾ തന്നെ അവർ എന്താ പറയുക ഫസ്റ്റ് ഇംപ്രഷൻ കിട്ടും. പക്ഷെ നമുക്ക് കുറേ കാര്യങ്ങൾ അറിയാം. പക്ഷെ നമുക്കറിയാം ഈ പറഞ്ഞ പോലെ എന്തൊക്കെ സോഴ്സ് ഓഫ് എറർ ആണ് ഫസ്റ്റ് വരുന്നതെന്ന് അറിയാമെങ്കിലും നമുക്കൊരു കറക്റ്റ് ഓർഡറിൽ പറഞ്ഞാൽ നമുക്ക് എന്തൊക്കെയോ അറിയാം. പക്ഷെ ഒരു ഇന്റർവ്യൂവിന് ടൈമിൽ നമുക്കിത് എന്തൊക്കെ പറയണമെന്ന് അറിയത്തില്ല. ഇപ്പം നിങ്ങൾ ഏത് ഇന്റർവ്യൂവിന് പോയാലും ആദ്യം ചോദിക്കുന്നത് പ്രീ അനലിറ്റിക് എറേഴ്സ് എന്തൊക്കെ വരും, അനലിറ്റിക് എറേഴ്സ് വരും. QC ഇല്ലാത്ത ഒറ്റ ക്വസ്റ്റ്യൻ ഇല്ല. QC എല്ലാം ഡിപ്പെൻഡ് ചെയ്ത് കിടക്കുന്നത് എറേഴ്സ് തൊട്ടാണ്. എറേഴ്സിനെ മാറ്റാനാണല്ലോ QC വരുന്നത്. അപ്പോൾ എറേഴ്സ് എവിടെ തുടങ്ങും? പ്രീ അനലിറ്റിക്കൽ തൊട്ട് തുടങ്ങും. അപ്പം നമ്മൾ ഇത് ബേസിക് ആണ് ഞാൻ പറയുന്നത്. അടുത്തടുത്ത ക്ലാസ്സിൽ ഇപ്പോൾ ടൂണിക്കേറ്റ് കെട്ടിയാൽ ഏതൊക്കെ ടെസ്റ്റിനെ അഫക്റ്റ് ചെയ്യും, ഹീമോലൈസ്ഡ് ആണ് ഏതൊക്കെ ടെസ്റ്റിനെ അഫക്റ്റ് ചെയ്യും, ഇങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാൻ പോകുന്നത്. അപ്പോൾ ഇപ്പോൾ കറക്റ്റ് പൊട്ടൻറ്റ് സോഴ്സ് ഓഫ് എറേഴ്സ് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യുക. ഇനി ഞാൻ നെക്സ്റ്റ് പറയാൻ പോണത് സ്പെസിമെൻ കളക്ഷനിൽ വരുന്ന 10 എറേഴ്സ് ആണ് പറയാൻ പോണത്. അപ്പോൾ ആദ്യത്തെ ഞാൻ എന്താ പറഞ്ഞത് പ്രീ അനലിറ്റിക്കൽ എറേഴ്സിൽ വരാൻ പോകുന്ന 10 എണ്ണം ഉണ്ടോ, ഇത് സെറ്റ് 9 10 കൂടുതലുണ്ട്. മിനിമം 5 എണ്ണമെങ്കിലും നിങ്ങൾ ഒരു ഇന്റർവ്യൂവിന് പറയാനായിട്ട് പഠിച്ചു വെച്ചിരിക്കണം. പൊട്ടൻറ്റ് സോഴ്സ് ഓഫ് എറേഴ്സ് ഇൻ പ്രീ അനലിറ്റിക്സ്. ഇത് എഴുതി കഴിഞ്ഞെങ്കിൽ നമുക്ക് 10 കോമൺ എറേഴ്സ് ഇൻ സ്പെസിമെൻ കളക്ഷൻ പറയണം. കഴിഞ്ഞോ? ഏതാട്ടെ? നെക്സ്റ്റ് 10 കോമൺ എറേഴ്സ് ഇൻ സ്പെസിമെൻ കളക്ഷൻ. അപ്പോൾ ഇതെന്ത് ചെയ്യണം? ഇത് ലൈഫ് ലോങ് ആവശ്യമാണ്, എവിടെ ഇന്റർവ്യൂവിന് പോയാലും വേണം. അപ്പോൾ ഇത് നമ്മൾ പരീക്ഷയ്ക്ക് വേണ്ടി മാത്രമല്ല പഠിക്കുന്നത്, നമ്മുടെ കയ്യിൽ ഇത് എപ്പോഴും വേണ്ട സാധനമാണ്. ഇനിയുള്ള ഹെൻറി ടെസ്റ്റിലുള്ള എല്ലാ സംഭവങ്ങളും ആസ് എ ലാബ് ടെക്നീഷ്യൻ നമ്മൾ ബേസിക്സ് അറിഞ്ഞിരിക്കണം. ഇതിങ്ങനെ തപ്പിത്തടഞ്ഞ് പറയാനല്ല, പടപടപടേന്ന് സഡൻ ആൻസർ കൊടുക്കാൻ പറ്റിയ സാധനങ്ങൾ നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. അപ്പോൾ അതിനാണ് നിങ്ങളിത് ബൈഹാർട്ട് ചെയ്യണമെന്ന് പറയുന്നത്.
Next is 10 common errors in specimen collection. എന്തൊക്കെയാണ് 10 കോമൺ എറേഴ്സ് എന്ന് പറയുന്നത്? ഒന്ന്, മിസ്ഐഡന്റിഫിക്കേഷൻ ഓഫ് പേഷ്യന്റ്. മിസ്ഐഡന്റിഫിക്കേഷൻ ഓഫ് പേഷ്യന്റ്. രണ്ട് പേഷ്യന്റിനെ മാറിപ്പോവാം അല്ലേ? മിസ് ലേബലിംഗ്. ടെസ്റ്റ് ലേബിൾ ചെയ്യുന്ന മാറിപ്പോവാം. മിസ് ലേബലിംഗ് ഓഫ് സ്പെസിമെൻ. നെക്സ്റ്റ് എന്താണ്? ഷോർട്ട് ഡ്രോ. കുറച്ച് ബ്ലഡ് മാത്രം എടുക്കാൻ പറ്റും അല്ലേ? ഷോർട്ട് ഡ്രോസ്. നെക്സ്റ്റ് റോങ് ആന്റികോയാഗുലന്റ്. റോങ് ആന്റികോയാഗുലന്റ്. നെക്സ്റ്റ് ഓർ ബ്ലഡ് റേഷ്യോ. മിക്സിംഗ് പ്രോബ്ലം. ഇൻവെർട്ട് ചെയ്യേണ്ടതിന് വരെ അവിടെ തന്നെ വെച്ചിരുന്നത് ക്ലോട്ട് ആവില്ലേ? മിക്സിംഗ് പ്രോബ്ലംസ്. ക്ലോട്ട് വരാം. ക്ലോട്ട് ഉണ്ടാവുന്നത് റോങ് ട്യൂബ്സ് ഓർ റോങ് ആന്റികോയാഗുലന്റ്. hemolysis or lipemic. Hemolysis or leukemia. Next, hemoconcentration. Hemoconcentration from prolonged tourniquet time. Tourniquet time. Wrong anticoagulant 2 time എഴുതിയിട്ടുണ്ട്. എഴുതിയോ? ഇതിൽ റോങ് ആന്റികോയാഗുലന്റ് ഓർ ബ്ലഡ് റേഷ്യോ നമ്മൾ എടുക്കുന്ന ഇത് ടെസ്റ്റിലും രണ്ടു വട്ടം തന്നെ എഴുതിയിട്ടുണ്ട്. റോങ് ആന്റികോയാഗുലന്റ് ബ്ലഡ് റേഷ്യോ നമ്മൾ എടുക്കുന്നത് റേഷ്യോ ചിലപ്പം 2 ml തന്നെ വേണ്ടതിന് അത് കുറഞ്ഞു പോകുന്നത്. അതാണ് അവർ ഉദ്ദേശിച്ച ഷോർട്ട് ഡ്രോ എന്ന്. ബ്ലഡിന്റെ വോളിയം നമ്മൾ എടുക്കുന്ന ഇപ്പം 2 ml എടുക്കേണ്ടതിന് വരെ 0.5 ml കിട്ടിയുള്ളൂ. അപ്പോൾ അവിടെ റേഷ്യോയും ആന്റികോയാഗുലന്റ് നമ്മളുടെ പ്രോപ്പർ എന്താ പറയുക എമൗണ്ട് അവിടെ ഉണ്ടായില്ല. ആക്ച്വലി എമൗണ്ട് വേണ്ടത് അത്ര അവിടെ ഉണ്ടായില്ലെങ്കിൽ ഉണ്ടാകുന്ന പ്രശ്നം ഷോർട്ട് ഡ്രോ. ഇവിടെ നിന്ന് പറയുന്നത് നമ്മൾ മാറിപ്പോവാം. റോങ് ടൂംസ് ഓർ റോങ് ആന്റികോയാഗുലന്റ് എന്ന് പറയുന്നത് ഇപ്പം ESRന് നമ്മൾ സോഡിയം നമ്മുടെ കോയാഗുലേഷൻ്റെ ട്യൂബിൽ എടുക്കുകയാണെങ്കിൽ ഉള്ള വ്യത്യാസം, അല്ലെങ്കിൽ ഫ്ലൂറൈഡിൽ ചിലപ്പം അറിയാണ്ട് ഒഴിച്ചു പോകുന്നത്. അങ്ങനത്തെ അതാണ് രണ്ടും ഉദ്ദേശിച്ചിരിക്കുന്നത് കേട്ടോ. ഷോർട്ട് ഡ്രോയുടെ കണ്ടിന്യൂഷൻ ആണ് ഇത്. റോങ് ആന്റികോയാഗുലന്റ് ബ്ലഡ് റേഷ്യോ വരും. നെക്സ്റ്റ് ഈ പറഞ്ഞ പോലെ പ്രൊലോങ്ഡ് ടൂർണിക്കറ്റ് ആപ്ലിക്കേഷൻ പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്. ഹോസ്പിറ്റലിൽ എപ്പോഴും നേഴ്സിംഗ് പിള്ളേർ വന്നിട്ട് ഞാൻ ടൂർണിക്കേറ്റ് കെട്ടി വെക്കുമ്പോൾ നമ്മളെപ്പോഴും പറയും, അവരിങ്ങനെ കുറേ നേരം കെട്ടി ഇങ്ങനെ വെച്ചിട്ട് പയ്യെ എല്ലാം തൂത്ത് തുടച്ച് പേഷ്യൻസിനോട് വർത്താനൊക്കെ പറഞ്ഞു തരാം. അപ്പം നമ്മൾ ഈ പോസ്റ്റിങ്ങിന് വരുന്ന കുട്ടികൾക്കാണ് പ്രത്യേകിച്ച് അവർക്ക് അറിയില്ല. അപ്പം നമ്മൾ പെട്ടെന്ന് പറഞ്ഞു കൊടുക്കണം ഇങ്ങനെ പ്രൊലോങ്ഡ് ടൂർണിക്കറ്റ് ആപ്ലിക്കേഷൻ ഉണ്ടാകുന്ന എന്തൊക്കെ ടെസ്റ്റിനാണത് അഫക്റ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ എക്സ്പോഷർ ടു ലൈറ്റ് ഓർ extreme temperature. Extreme temperature. Next is improperly timed specimen. അത് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് അതിന് മുന്നേ. എത്ര ടൈമിനുള്ളിൽ ഏതൊക്കെ ടെസ്റ്റുകൾ ചെയ്യണം എന്നുള്ളത്. ഇംപ്രോപ്പർലി ടൈംഡ് സ്പെസിമെൻസ് ഓർ ഡിലേഡ് ഡെലിവറി ടു ദ ലബോറട്ടറി. സ്പെസിമെൻ എടുത്തിട്ട് ലാബിൽ എത്തിക്കാനുള്ള ഡിലേഡ് ഡെലിവറി ടു ദ ലബോറട്ടറി. നെക്സ്റ്റ് പ്രോസസ്സിംഗ് എറേഴ്സ്. നമ്മൾ ചെയ്യുന്നതിന് മുന്നേ ഉണ്ടാകുന്ന പ്രോസസ്സിംഗ് എറേഴ്സ്. എന്ത് പ്രോസസ്സിംഗ് എറേഴ്സാണ് വരുന്നത്? ബ്ലഡ് എടുത്ത ഉടനെ ചെയ്യുന്നത് സെൻട്രിഫ്യൂഗേഷൻ. അതിൽ ഇത് എഴുതി കഴിഞ്ഞെങ്കിൽ ഇവിടെ എഴുതട്ടെ. അത് ഒരു നല്ല പോയിന്റാണ്. അതിനെ അവിടെ കൊണ്ടുവരും. നിങ്ങളുടെ ഇത്രയും കഴിഞ്ഞോ? മിസ് ഐഡന്റിഫിക്കേഷൻ ഓഫ് പേഷ്യന്റ്. ഏതൊക്കെയാണ് 10 കോമൺ എറേഴ്സ് ഇൻ സ്പെസിമെൻ കളക്ഷൻസ്?
കാണാതെ പഠിച്ചേ പറ്റുള്ളൂ. കാരണം വൈവയ്ക്ക് നിങ്ങൾ ഏതൊരു PSC പരീക്ഷ എഴുതി കയറിയാലും ഒരു ഇന്റർവ്യൂ ഫേസ് ചെയ്യണം. അവിടെ ഒഴിവാക്കാൻ പറ്റാത്തൊരു ക്വസ്റ്റ്യൻ ആണ് കോമൺ എറേഴ്സ് ഇൻ സ്പെസിമെൻ കളക്ഷൻ. അപ്പോൾ നമുക്കൊരു 10 എണ്ണം വെച്ച് പഠിക്കാം. ഒന്ന് മിസ് ഐഡന്റിഫിക്കേഷൻ ഓഫ് പേഷ്യന്റ്, മിസ് ലേബലിംഗ് ഓഫ് ദ സ്പെസിമെൻ, ഷോർട്ട് ഡ്രോ മീൻസ് കുറച്ച് സാമ്പിൾ എടുത്തു. അപ്പോൾ എന്ത് സംഭവിക്കും അവിടെ? ആന്റിക്കോയിലന്റ് ബ്ലഡ് റേഷ്യോ പ്രോപ്പർ ആയിട്ട് ഉണ്ടാവില്ല, റോങ് ആന്റിക്കോയിലന്റ് ബ്ലഡ് റേഷ്യോ ആയിരിക്കും. മിക്സിംഗ് പ്രോബ്ലംസ് ഉറപ്പായിട്ടും ക്ലോട്ട് ഒക്കേഴ്സ് ചെയ്യും. ദെൻ റോങ് ട്യൂബ്സ് ഓർ റോങ് ആന്റിക്കോയിലന്റ്, ഹീമോലൈസിസ് ഓർ ലിപ്പിമിക് സാമ്പിൾ, then hemo concentration from prolonged tourniquet applications, then exposure to light, which means extreme temperature, നമുക്കായിരിക്കേണ്ട കറക്റ്റ് ടെമ്പറേച്ചർ അല്ലെങ്കിൽ ഇപ്പോൾ എല്ലാത്തിനും തന്നെ AC ഒക്കെ ഉണ്ട്. then improperly timed specimens or delayed delivery to laboratory, നമ്മളൊരു സാമ്പിൾ ചെയ്യുന്നതിന് വിത്തിൻ 2 hours ചെയ്യേണ്ടതുണ്ട്, വിത്തിൻ 1 hour ചെയ്യേണ്ടതുണ്ട്, വിത്തിൻ മിനിറ്റ്സിൽ ചെയ്യേണ്ട ടെസ്റ്റുകളുണ്ട്. അപ്പോൾ ഡിലേഡ് ഡെലിവറി ടു ലബോറട്ടറി, ലാബിൽ എത്താൻ എടുക്കുന്ന ആ ഒരു ഡിലേ കൊണ്ട് അഫക്റ്റ് ചെയ്യപ്പെടുന്ന ടെസ്റ്റുകൾ. നെക്സ്റ്റ് എന്ന് പറയുന്നത് പ്രോസസ്സിംഗ് എറേഴ്സിൽ നമ്മൾ സെൻട്രിഫ്യൂഗേഷൻ ആണ്. നമ്മുടെ അനലൈറ്റിക്കൽ വേരിയബിൾസിലേക്ക് കടന്നിട്ടില്ല, അതും പ്രീ അനലിറ്റിക്കലിന്റെ തന്നെ ഭാഗമാണ് സെൻട്രിഫ്യൂഗേഷൻ. അപ്പോൾ സെൻട്രിഫ്യൂഗേഷൻ എറേഴ്സ് ഏതൊക്കെയാ വരുന്നത് വെച്ചാൽ അതിനെ നമുക്ക് പ്രോസസ്സിംഗ് എറേഴ്സിന്റെ കൂട്ടത്തിൽപ്പെടുത്താം. പ്രോസസ്സിംഗ് എറേഴ്സ്, അപ്പം നമ്മുടെ പ്രോസസ്സിംഗ് എറേഴ്സിൽ എന്തൊക്കെ വരുമെന്ന് വെച്ചാൽ ഒന്ന് ഇൻകംപ്ലീറ്റ് സെൻട്രിഫ്യൂഗേഷൻ, next is incorrect logging, improper storage, അപ്പോൾ ഇത് മൊത്തം നമ്മുടെ സെൻട്രിഫിക്കേഷൻ കാര്യം മാത്രമല്ല, നമ്മൾ ഒരു സാമ്പിൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഉടനെ ടെസ്റ്റ് ചെയ്യേണ്ട, അത് അപ്പോൾ സൂക്ഷിക്കേണ്ട ടൈമുണ്ട്. ഇത്ര മണിക്ക് ഉള്ളിൽ ചെയ്യേണ്ട ടെസ്റ്റ് നമുക്ക് കുറച്ച് ഡിലേ വരികയാണെങ്കിൽ എങ്ങനെ സ്റ്റോർ ചെയ്യണം, ഇംപ്രോപ്പർ സ്റ്റോറേജ്, അതുപോലെ ഇൻകറക്റ്റ് ലോഗിന്, ദെൻ ഇൻകംപ്ലീറ്റ് സെൻട്രിഫിക്കേഷൻ, ഇങ്ങനത്തെയുള്ള ഇൻകംപ്ലീറ്റ് സെൻട്രിഫിക്കേഷൻ. ചിലപ്പോൾ നമ്മൾ എന്താ പറയുക, ഈ സെൻട്രിഫിക്കേഷൻ കാര്യം പറയുമ്പോൾ ക്ലോട്ട് ആവുന്നതിന് മുന്നേ തന്നെ നമ്മൾ എടുത്തുകൊണ്ട് പോയി ചിലപ്പം അതിൽ കൊണ്ട് വെച്ച് സെൻട്രിഫ്യൂജ് ചെയ്യുന്നവരുണ്ട്. ചെറിയ ടൈം ഒന്ന് ജസ്റ്റ് ക്ലോട്ട് ആവുന്നതിന് മുന്നേ, കൂടുതൽ അത് ഹീമോലൈസ്ഡ് സാമ്പിൾ വരാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. അപ്പോൾ കറക്റ്റ് സമയം ആയതിനു ശേഷം, ക്ലോട്ട് ആയതിനു ശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അത് സെൻട്രിഫ്യൂജ് ചെയ്ത് സെപ്പറേറ്റ് ചെയ്യാനായിട്ട് എടുക്കാൻ പാടുള്ളൂ. അതുപോലെ തന്നെ സ്റ്റോറേജ് നമുക്ക് പറയാം, എന്തെങ്കിലും ഡിലേ വരുവാണെങ്കിൽ ലബോറട്ടറി എത്തിക്കാനുള്ള താമസിക്കുന്ന സമയം നമ്മളത് എവിടെ കീപ്പ് ചെയ്യും എന്നുള്ളത്, ആ പ്രോപ്പർ സ്റ്റോറേജ് അല്ലെങ്കിൽ അഫക്ട് ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പോൾ ഈ പറഞ്ഞ കോമൺ എറേഴ്സുകൾ കൊണ്ട് നമ്മുടെ സാമ്പിളിൽ അതിൽ ഏതൊക്കെ ടെസ്റ്റുകളെയാണ് ഇത് അഫക്ട് ചെയ്യുന്നതെന്നാണ് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാൻ പോകുന്നത്. അതുപോലെ ഓരോ ഡയഗണൽ വേരിയേഷൻസ്, നമ്മുടെ ഏജിനെ ഏതൊക്കെ ടെസ്റ്റ് അഫക്ട് ചെയ്യും, കൂടിയാലും കുറഞ്ഞാലും, അതുപോലെ തന്നെ ഡയറ്റിനെ, അതുപോലെ തന്നെ ഓരോ ജെൻഡേഴ്സിനെ, അതിനെയൊക്കെ ബേസ് ചെയ്ത് ഓരോ ടെസ്റ്റിന് വാല്യൂസിന് വ്യത്യാസമുണ്ട്. അതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മൾ ലാബിൽ വർക്ക് ചെയ്യുമ്പം ഇപ്പോൾ ഇംപ്രോപ്പർ ഫാസ്റ്റിംഗ് ആയിട്ടുണ്ട് ഏത് ടെസ്റ്റിനെ അഫക്ട് ചെയ്യും, അതുപോലെ തന്നെ ടൂർണിക്കേറ്റ് ആപ്ലിക്കേഷൻ കൂടിക്കഴിഞ്ഞാൽ ഏതൊക്കെ ടെസ്റ്റിനെ അഫക്ട് ചെയ്യും, ഇങ്ങനത്തെ കാര്യങ്ങൾ ഞാൻ കുറച്ച് ടോപ്പിക് വെച്ച് എടുക്കുന്നത് അതുകൊണ്ടാണ്. കാരണം ബൾക്കായിട്ട് പഠിപ്പിക്കാറ്, ഇത് നമുക്ക് ലൈഫിൽ വേണ്ട സാധനമാണ്. അപ്പോൾ കുറച്ച് നിങ്ങളത് പഠിച്ച് ബൈഹാർട്ട് ചെയ്ത് തറവാക്കി വെക്കുക. ഓക്കെ, അപ്പം വേറെ ഒന്നും പറയാനില്ലല്ലോ, എന്തെങ്കിലും ഉണ്ടോ? അപ്പോൾ ഓട്ടോമേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പിന്നെ ബയോകെമിസ്ട്രി കാർബോഹൈഡ്രേറ്റിൻ്റെ